പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻ ഓഫ് എ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. വൺ വേരിയബിളിന്റെ ഇക്വേഷനുള്ള സൊല്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. എൻ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ഇൻവോൾവ് സിംഗിൾ അൺനോൺ ഉണ്ടായിരിക്കുക ആൻഡ് ദ സൊല്യൂഷൻ ഈസ് ദ വാല്യൂ സാറ്റിസ്ഫൈ ദാറ്റ് ഇക്വേഷൻ. ഒരു സിംഗിൾ അൺനോൺ വേരിയബിൾ ഉള്ള ഇക്വേഷൻ എന്ന് പറയാ നമ്മൾ വൺ വേരിയബിൾ ഇക്വേഷൻ എന്ന് പറയാം. ax പ്ലസ് ബി ഈക്വൽ ടു 0. ഇതിൽ എക്സ് ആണ് സിംഗിൾ അൺനോൺ ആയിട്ടുള്ളത്. എയും ബിയും കോൺസ്റ്റന്റ് ആണ്. എക്സ് ഇസ് ദ അൺനോൺ വേരിയബിൾ. Move the constant term b the other side, ax equal to minus b, then x is equal to minus b divided by a. നമ്മൾ നോക്കാം 3x plus 5 equal to 11 ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഈ 5 ഇതിന് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ 3x is equal to 11 minus 5 എത്ര? 6. then അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തെയും ഹരിക്കണം എന്നോ, x is equal to 2 എന്ന് വരും. x is equal to 2. x ന്റെ വാല്യൂ എത്ര? 2 എന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാറുള്ളത്. നമ്മൾ മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 2x plus 3 equal to 8. Okay, 8. Then 2x is equal to, then 8 minus 3 is equal to 5. Then 2x is equal to 5. Then x is equal to 5 by 2 is equal to 2.5. ഈ രീതിയിലാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മളൊക്കെ പഠിച്ച കാര്യങ്ങളായിരിക്കും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യല്? പല രീതിയിൽ സോൾവ് ചെയ്യാം. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അറിയാം, ഹയസ്റ്റ് പവർ എന്തായിരിക്കും? 2 ആയിരിക്കും. x² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഇതിന് ഫാക്ടറൈസേഷന്റെ ക്വാഡ്രാറ്റിക് ഫോർമുല ഉണ്ട്, കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ ഉണ്ട്. നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. x is equal to minus b plus or minus root b square minus 4ac divided by 2a. അപ്പൊ x² minus 5x plus 6 equal to 0. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അത് സോൾവ് ചെയ്യാൻ എക്സിന്റെ വാല്യൂ എത്ര, എന്റെ വാല്യൂ എത്ര? ഇതിൽ എ കിട്ടണം. എ 1 ആണ്, x² ആണ്, ഒരു x² ആണ്. ബി എത്ര? -5. c is equal to 6. അത് നമ്മൾ അതിലേക്ക് കൊടുക്കുക. മൈനസ് ബി ആണ്. അപ്പൊ മൈനസ് ബി എന്ന് പറയുന്നത് -5 മൈനസ് -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് -5² b² -4 into 1 into 6 divided by 2 into 1 2a. അത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ x is equal to 5 plus or minus 1 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? x is equal to 5 plus 1 divided by 2, 5 minus 1 divided by 2. സോൾവ് ചെയ്യുമ്പോൾ x ന്റെ വാല്യൂ 3 ഉം 2 കിട്ടും. ഓക്കെ, ഇതോടുകൂടി ഇത് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.